നമ്മുടെ സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം ഭിന്നശേഷി സൗഹൃദമാണ്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് സുഗമമായി പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഭിന്നശേഷിക്കാർ യാത്രകളിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നമുക്ക് കൊച്ചി പറവൂർ സ്വദേശി ജെറിൻ ജോൺസണൊപ്പം ഷാബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇപ്പോൾ ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശേഷി സൗഹൃദമല്ല എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നെ വന്നപ്പോൾ കണ്ടതാണ്, എന്നെ വീൽ ചെയറിലോട്ട് കയറ്റിയിരുത്താനും തിരിച്ച് വാഹനത്തിലോട്ട് കയറ്റിയിരുത്താനും രണ്ടുപേരുടെ സഹായം ആവശ്യമാണ്. അതേസമയം നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീൽ ചെയറുമായിട്ട് സ്വന്തമായിട്ട് മറ്റാരുടെ സഹായമില്ലാതെ കയറാനായിട്ട് സാധിക്കും. ഏകദേശം 1.25 ലക്ഷത്തിന് വില കൊടുത്താണ് ഞാൻ ഈ വീൽ ചെയർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയും തുക മുടക്കിയിട്ട് പോലും എനിക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ KSRTCയോ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളോ ഒന്നും തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പുതുതായിട്ട് വാങ്ങുന്ന KSRTC പോലും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ അധികാരികൾക്ക് ഇല്ല എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വട്ടം ഗവൺമെൻറ്റിൻ്റെ അടക്കം പരാതികൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതുവരെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള നടപടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ഏകദേശം 3 വട്ടം ഇത് സംബന്ധിച്ച് പരാതി ഗവൺമെൻറ് നൽകിയതാണ്. ഈ 3 വട്ടം ഗവൺമെൻറ് തന്നിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് തീർത്തും ചിത്രമായിട്ടുള്ള മറുപടിയാണ്. ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് MVD ആക്ടിൽ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന് നിർബന്ധമായും പറയുന്നില്ല എന്ന തരത്തിലാണ് മറുപടി എന്ന് പറയുന്നത്. താങ്കൾക്കും എനിക്കുമൊക്കെ ഒരുപോലെ രാജ്യം അനുവദിച്ചിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അത് താങ്കൾക്ക് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കണം, അല്ലേ? അതിവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ MVD ആക്ടിൽ ഭിന്നശേഷി സൗഹൃദമാക്കാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് തന്നെ നവകേരള സദസ്സ് എന്നൊരു പരിപാടി വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ലിസ്റ്റുള്ള ബസ്സുകൾ തയ്യാറാക്കി ഇറക്കി. ആക്ച്വലി ഞാനും ആവശ്യപ്പെട്ടത് അത് തന്നെയല്ലേ, ഞങ്ങൾക്കും വേണ്ടത് അത് തന്നെയല്ലേ. ഈ തമിഴ്നാട് സർക്കാർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഭിന്നശേഷി സൗഹൃദം എന്ന് വാക്കുകളിൽ മാത്രം ഒതുക്കാതെ അവർ ഇത്തരക്കാരെ പരമാവധി പുറത്തിറക്കാനുള്ള സൗകര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് ഭിന്നശേഷി സൗഹൃദമാണ്, പക്ഷെ അതൊന്നും ഒരു ഉത്തരവിലോ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാനുള്ള നടപടികളോ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോടും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിനോടും പറയാനുള്ളത്, ഇനിയുള്ള ബസ്സുകളെങ്കിലും പുറത്തിറക്കുമ്പോൾ അത് ഭിന്നശേഷി സൗഹൃദമായിരിക്കണം എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതായത് ഈ ഒരു വാർത്ത വരുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് പരിമിതികൾ അതിജീവിക്കുന്നവർ എന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്താണ് തോന്നിയത്? അതായത് പരിമിതി എന്ന് പറയുന്നത് ഒരിക്കലും ശാരീരിക പരിമിതിയല്ല. ആ പരിമിതി അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പരിമിതിയുമായിട്ട് ജീവിക്കാനായിട്ട് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതാണ് ഈ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു വീൽ ചെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആയെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും സഹായമില്ലാതെ ഇപ്പോൾ നമ്മൾ ഈ വന്ന വഴിയിലൂടെ തന്നെ ബസ് കയറി എവിടെയും വേണമെങ്കിൽ യാത്ര ചെയ്യാം. നമ്മളീ കേട്ടത് ജെറിൻ ജോൺസന്റെ മാത്രം വാക്കുകളല്ല, സമാന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി പേരുടെ ശബ്ദമാണ്. ജെറിൻ പറഞ്ഞതുപോലെ പരിമിതികൾ എന്നത് ഇവരുടെ ശാരീരികാവസ്ഥയല്ല, മറിച്ച് അതിനെ മറികടക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാതെ പോകുന്നു എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അധികൃതരുടെ മുന്നിലേക്ക് നമ്മൾ ജെറിനിലൂടെ അവരുടെ ഈ ബുദ്ധിമുട്ടുകളെ അവസരങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതിനായി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഇവരുടെ ഈ സാഹചര്യത്തെ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്.